Hey dears, welcome back to our channel. ഇന്നത്തെ വീഡിയോ ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. അമ്മുവിൻ്റെയാണ്. എൻ്റെ കസിനാണ് അമ്മു. അവളുടെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് ദേ ഒരു മാസവും കഴിഞ്ഞടുത്ത കല്യാണം ആവാറായിട്ട് ഞാൻ ദേ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി. ഓണത്തിൻ്റെ വീഡിയോസ് ഇടുന്നത് അല്ലാണ്ട് എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് കുറേ ലേറ്റായി പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് അമ്മ ദേ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുങ്ങിയാലും തീരില്ല. എത്ര ടൈം എടുത്തിട്ട് ഞങ്ങൾ ഒരുങ്ങും. അപ്പം ഞാനും മാളു, ചക്രേച്ചി, അളിയൻ കൂടിയിട്ടാണ് ഞങ്ങൾ നാലുപേരും കൂടിയിട്ടാണ് പോണത്. വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൻ്റെ ഹാളിൽ വെച്ചിട്ടാണ്. ചെറിയ രീതിയിലൊരു ഫംഗ്ഷനാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും എത്തുന്നേ ഉണ്ടായിരുന്നേ. കുറച്ച് റിലേറ്റീവ്സും അവളുടെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ചെന്നപ്പോൾ ഇതുപോലെ ഇവൻറ്റിലല്ലേ എല്ലാവരെയും കാണാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ മൂത്ത അളിയൻ്റെ അമ്മ. പ്രത്യേകം വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പച്ചി, അതായത് അച്ഛൻ്റെ സഹോദരി. ഇതാണ് അമ്മൂൻ്റെ അമ്മ കുഞ്ഞമ്മ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടപാടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള ഇവൻറ്റിലാണല്ലോ മെയിനായിട്ട് ഞങ്ങൾ എല്ലാവരെയും കാണുന്നത്. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്. അവൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള മണിമലക്കുന്ന് കൊട്ടാരത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതേ കഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവളുടെ ഓരോ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കണുണ്ട്. അതൊക്കെ നോക്കിയിരുന്നു. മാരേജ് ഉടനെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയ ഒരു എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അമ്മൂൻ്റെ ബ്രദർ, എൻ്റെ കസിൻ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ അളിയൻ വന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അളിയൻ. അപ്പോൾ അതേ മാളും അളിയനൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് മീനു. എനിക്ക് മൈലാഞ്ചി ഇട്ടുന്ന അവളാണ്. അപ്പോൾ അവൾ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുകയാണ്, എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. റിംഗ് എക്സ്ചേഞ്ച് ഇല്ല, ജാതകം കൈമാറലും പിന്നെ അവിടെ നിന്ന് ആ ചേട്ടൻ്റെ അമ്മ വന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കുക, ഇത്രയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ദൈവനും അനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ദൈവനും അനുരാഗിയാം അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ആ, ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാറ്റിനും
ജാതകം കൈമാറിയതിന് ശേഷമൊക്കെ പിന്നെ അതേ അവിടെ നിന്നുള്ള ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതെല്ലായിടത്തും ഇങ്ങനത്തെയൊക്കെ ചടങ്ങുണ്ടോ എന്നറിയില്ല. ഇവിടെ മെയിനായിട്ട് എപ്പോഴും ഈ ഒരു ചടങ്ങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലൊക്കെ ആയിട്ടുണ്ട്. ആദ്യം അവരുടെ വീട്ടുകാർ രണ്ടുപേരുടെ വീട്ടുകാരിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. മുൻപ് വളയായിരുന്നു ഇങ്ങനെ അവിടെ നിന്ന് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും വളയൊന്നും ആരും ഇടാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്മൂൻ്റെ അമ്മായിയമ്മ, അതായത് മക്കുവളേൻ്റെ അമ്മ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അളിയന്മാരാണ്. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ്, അതായത് അപ്പച്ചിയുടെ മോൻ്റെ വൈഫ്. അപ്പോൾ അവരുടെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 5 പേരുമാണ് കുഞ്ഞിലെ മുതലുള്ള കൂട്ട്. ഞങ്ങളെ വീട് അടുത്തായതുകൊണ്ട് നമ്മൾ ഭയങ്കര ബോണ്ടാണ്. പിന്നെ മാളുവും കണ്ണാളിയനും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്ത് അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചക്കരേച്ചിയും അളിയനും കയറിയിട്ടുണ്ടായിരുന്നു. ചക്കരേച്ചി കയറിയാൽ പിന്നെ ക്യാമറാമാൻ ഒരു സമാധാനം കാണൂല. ഇത് ശരിയായില്ല, അടുത്തൊന്നുകൂടെ എടുക്കുമോ, അടുത്ത് ശരിയായില്ല, അങ്ങനെ. പിന്നെ ചക്കരേച്ചി എല്ലാവരെയും വിളിച്ച് ഫോട്ടോ എടുപ്പിക്കൽ ചക്കരേച്ചിയുടെ ഒരു മെയിൻ ഹോബിയാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ള. വിശന്ന് ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ കഴിക്കായിരുന്നത്. അപ്പോൾ തന്നെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളമ്പി എത്തുന്നേ ഉണ്ടായിരുന്നു. അവിടെ സദ്യ ഉണ്ട്. പിന്നെ പയ്യെ ഓരോ കറികളായിട്ടൊക്കെ ഇട്ട് വരുന്നേ ഉള്ളായിരുന്നു. കുറച്ച് പേരും കൂടെ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പഴമാണ് വെച്ചിട്ടുള്ള. പിന്നെ ചിപ്സ് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് കിട്ടിയാൽ ഞാൻ അമ്മയുടെ ഇലയിലിരുന്ന ചിപ്സും ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ഓരോരോ കറികളാക്കി ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കിച്ചുവളിയൻ്റെ ഇലയാണ്. പാവം വിശന്നിട്ട് ഇനി ചോറ് കഴിക്കാൻ ഒരു കറിയില്ലാത്ത രീതിയിൽ മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നിട്ട് എനിക്ക് ചോറ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ കൂടെ പരിപ്പൊക്കെ ഒഴിച്ച്. പക്ഷേ ലേറ്റായിട്ടിരുന്നുകൊണ്ട് പപ്പടം കിട്ടിയില്ല. അപ്പോൾ പരിപ്പ് മാത്രം കൂട്ടി കഴിച്ച്. അത് കഴിഞ്ഞിട്ട് സാമ്പാർ കൂട്ടി കഴിച്ചിട്ടുണ്ട്. സാമ്പാറാണ് എൻ്റെ സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതും കഴിഞ്ഞ് ഇത് അടപ്പായസമായിരുന്നു. എനിക്ക് അടപ്പായസം അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഒരു പഴമൊക്കെ വെച്ച് കൂട്ടി പിടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടുണ്ട് നല്ലവണ്ണം. പിന്നെ പുളിശ്ശേരിയും കൂട്ടിയിട്ട് കുറച്ച് ചോറ് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രസവും മോരും കൂടെ വരപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനാണ് പോയത്. നമ്മൾ സിംഗിൾ പിക്ക് ക്യാമറാമാനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ചക്കരേച്ചി അളിയനും ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വല്യച്ഛനായിരുന്നേ പാചകം. അപ്പോൾ ബാക്കി വന്ന കറികളെല്ലാം നമ്മൾ ഓരോരുത്തർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയാണ്. അവിടെ നിന്നാൽ പണി ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പേരും പറഞ്ഞ് എനിക്ക് പണി ചെയ്യാതിരിക്കാമല്ലോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറച്ച് കറിയൊക്കെ മറ്റിക്കൊണ്ടുവന്നപ്പോൾ എന്നെയും പിടിച്ചിട്ടുണ്ട് പണി ചെയ്യാൻ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത കറികളെല്ലാം കാറിൽ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഡിയേഴ്സ്.